2024 ഫെബ്രുവരി ഓർമ്മയുണ്ടോ ഗൈസ്? ഒരു വശത്ത് കൊടുമൺ പോറ്റിയായി മമ്മൂക്ക, തനിക്ക് പോകാൻ അനുവാദമില്ല. ഇപ്പുറത്ത് സച്ചിനും അമൽ ഡേവിസും റീനുവും ഒക്കെയായി പ്രേമലു. ഇനി നടക്കപ്പോറത് യുദ്ധം. സുഭാഷും കൂട്ടുകാരും ഗുണാഖ്യവും കണ്ട മഞ്ഞുമ്മൽ ബോയ്സ്. അതിനൊപ്പം ടൊവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും. മലയാള സിനിമയുടെ പീക്ക് കണ്ട ഫെബ്രുവരി. ആ കാലമൊക്കെ എന്നോ പോയി. പിന്നീട് അതുപോലൊരു ഫെബ്രുവരി മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല. ഈ ഫെബ്രുവരിയും, അതായത് 2026 ഫെബ്രുവരിയും അതിന്റെ വാലിൽ കെട്ടാൻ പോലും ഇല്ലെന്ന സത്യം ദുഃഖപൂർവ്വം നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഫെബ്രുവരി മാസത്തെ സിനിമകളുടെ അനാലിസിസിലേക്ക് കടക്കാം. ഈ വർഷം ഇത്രയും ട്രെൻഡിങ് ആയ വൈറലായ മറ്റൊരു പാട്ട് മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. റീൽസ്, ഷോർട്സ്, TV, റേഡിയോ, റിംഗ് ടോൺ എന്നിങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞാലും കുഞ്ഞിക്കവിൾ മേഘമേ കേട്ട 3 മാസങ്ങൾ. സിനിമ ആശാൻ. കുഞ്ഞിക്കവിൾ മേഘമേ. ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത സിനിമ. മുൻപ് അദ്ദേഹം ചെയ്ത സിനിമകൾ അറിയാലോ, ഗപ്പിയും അമ്പിളിയും. ബോക്സ് ഓഫീസിൽ ഈ 2 സിനിമകളും വലിയ വിജയങ്ങളൊന്നും ആയില്ലെങ്കിലും ഗപ്പി ടോറന്റിൽ കൾട്ട് സ്റ്റാറ്റസ് നേടിയ മലയാളത്തിലെ ആദ്യ ടോറന്റ് ഹിറ്റ് ആയിരുന്നു. അമ്പിളിയും തിയേറ്ററിൽ വർക്കായില്ലെങ്കിലും ഒത്തിരി പേർക്ക് കണക്ട് ആയ സിനിമയാണ്. പലർക്കും ഇന്നും ഫേവറേറ്റ് ഫീൽ ഗുഡ് സിനിമയാണ്. സോ ജോൺ പോൾ ജോർജിന്റെ പുതിയ സിനിമ വരുമ്പോൾ ഇതും അതുപോലൊരു ഇമോഷണൽ ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ആയിരിക്കുമോ എന്നൊരു ക്യൂരിയോസിറ്റി പ്രേക്ഷകർക്കുണ്ടായിരുന്നു. പക്ഷേ റിലീസിന് മുൻപ് ഈ സിനിമയ്ക്ക് ഏറ്റവും വലിയ ബസ് ഉണ്ടാക്കിയ കാര്യം സിനിമയുടെ കഥയോ ട്രെയിലറോ ഒന്നുമല്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കുഞ്ഞിക്കവിൾ മേഘമേ എന്ന പാട്ട്. ആ പാട്ട് വലിയ ഹിറ്റായി. ഇന്നും റീൽസ് ജസ്റ്റ് എടുത്ത് സ്ക്രോൾ ചെയ്താൽ അപ്പ കേൾക്കാം. ഡയറക്ടർ ജോൺ പോൾ ജോർജ് തന്നെ മ്യൂസിക് ചെയ്ത പാട്ടെന്ന പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ഈ പാട്ടിന്. പക്ഷേ യൂട്യൂബ് വ്യൂസ് കൊണ്ട് മാത്രം സിനിമ തിയേറ്ററിൽ വർക്ക് ആവണമെന്നില്ല. സിനിമയിൽ ഇന്ദ്രൻസ് ആണ് പ്രധാന കഥാപാത്രമായ ആശാനായി വരുന്നത്. നരേറ്റീവ് നോക്കുമ്പോൾ ഇതൊരു മൂവി ഇൻസൈഡ് മൂവി കൈൻഡ് ഓഫ് സെറ്റപ്പ് ആണ്. ജോൺ പോൾ ജോർജിന്റെ സിനിമകളിൽ കാണുന്ന പോലെ ഇമോഷണൽ സ്റ്റോറി ടെല്ലിംഗ് ഇവിടെയും നമുക്ക് കാണാം. പക്ഷേ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് ലഭിച്ചത് മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു. ജോൺ പോൾ ജോർജിന്റെ സിനിമകൾക്ക് പതിവായി ഉണ്ടാകുന്ന ഒരു പാറ്റേൺ തന്നെ. ചിലർക്ക് വളരെ അങ്ങ് ഇഷ്ടമാകും, ചിലർക്ക് തീരെ വർക്കാവില്ല. ഇതും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ പ്രീ റിലീസ് പ്രൊമോഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും റിലീസ് കഴിഞ്ഞ് വലിയ ഫോളോ അപ്പ് പ്രൊമോഷൻസ് ഒന്നും ടീമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതും കൂടി ആയപ്പോൾ സ്ലോലി തിയേറ്ററിൽ നിന്ന് പടം മാറുകയും ഒടുവിൽ ആശാൻ ഒരു ഫ്ലോപ്പായി മാറുകയും ചെയ്തു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ജോൺ പോൾ ജോർജിന്റെ മറ്റു സിനിമകൾ പോലെ OTTയിൽ ഹിറ്റ് ആവുമോ ആശാൻ? കഴിഞ്ഞ 20 വർഷമായി ഒരു ശരാശരി മലയാളി സിനിമാ പ്രേമി ഏറ്റവും കൂടുതൽ കേട്ട വാക്ക് ജയറാമേട്ടൻ തിരിച്ചു വരുന്നു. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. 2026 ഇതേ തിരിച്ചൊരു എക്സ്പെക്ട് ചെയ്ത് പുറത്തു വന്ന സിനിമയായിരുന്നു ആശകൾ 1000. ജയറാമിന്റെ സിനിമ വരും പോകും. ചിലപ്പോൾ നമ്പേഴ്സ് ഒക്കെ ഓക്കെ ആയിരിക്കും. അതായത് പ്രൊഡ്യൂസേഴ്സിന് ലാഭം ഉണ്ടാകുന്ന സിനിമകൾ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട്. പട്ടാഭിരാമൻ, ആടുപുലിയാട്ടം ഒക്കെ പോലെ. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഓൾഡ് ജയറാം ഫേസ് അത് തിരിച്ചു വന്നിട്ടില്ല. ആക്ച്വലി ഇവിടെ ഒരു കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. ഒരിക്കൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കൺസിക്യൂട്ടീവായി ബ്ലോക്ക് ബസ്റ്റേഴ്സ് കൊടുത്തൊരു പീക്ക് ജയറാം ഇറ ഉണ്ടായിരുന്നു. ഒരേ ദിവസം റിലീസാകുന്ന 2 സിനിമകളും ബ്ലോക്ക് ബസ്റ്റർ ആക്കിയിരുന്ന ജയറാം. ക്ലാഷിൽ മമ്മൂട്ടി മോഹൻലാൽ സിനിമകളെ പിന്നിലാക്കി ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിരുന്ന ജയറാം. വളരെ സങ്കടത്തോടു കൂടി പറയട്ടെ, ആ ഒരു വിന്നിങ് ഫേസ് ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. കാരണം കാലം മാറി, സിനിമ മാറി. അന്നത്തെ പോലെ ബോയ് നെക്സ്റ്റ് ഡോർ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾ ഹസ്ബൻഡ് റോൾസ് കൊണ്ട് സിനിമ ക്യാരി ചെയ്യുന്ന ഒരു കാലം കഴിഞ്ഞു. സിനിമ പാറ്റേൺസ് മാറി, ഓഡിയൻസിന്റെ ടേസ്റ്റ് മാറി. പിന്നെ ജയറാമിനൊപ്പം വലിയ വിജയങ്ങൾ സമ്മാനിച്ചിരുന്ന പല സംവിധായകരും ഇപ്പോ സിനിമയിൽ ആക്റ്റീവ് അല്ല. പലരും ജീവിച്ചു തന്നെ ഇരിപ്പില്ല. മറ്റുള്ളവരൊക്കെ റിട്ടയർ ആയി എന്ന് തന്നെ പറയാം. ജയറാമേട്ടനാണെങ്കിൽ അങ്ങനെ കഴിവുള്ള പുതിയ ജനറേഷൻ ഡയറക്ടേഴ്സിനോടൊപ്പം ഒന്നും വലിയ കൊളാബറേഷൻസും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പേഴ്സണലി കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ, ജയറാം ഇവിടെ തന്നെ ഉണ്ട്. നല്ല സ്ക്രിപ്റ്റ്സ് കിട്ടിയാൽ അദ്ദേഹത്തിന് ഇന്നും സ്ട്രോങ് പെർഫോമൻസസ് നൽകാൻ കഴിയും. ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഒക്കെ സാധ്യമാണ്. അത്രയും സപ്പോർട്ട് പുള്ളിയുടെ ഒരു നല്ല സിനിമയ്ക്ക് ഇനിയും കിട്ടും. പക്ഷേ ഓരോ സിനിമ വരുമ്പോഴും ഇത് ജയറാമിന്റെ കംബാക്ക് ആണ്, ഇത് ജയറാമിന്റെ കംബാക്ക് ആണെന്ന് പറയുന്നത് ഇപ്പൊ ഔട്ട്ഡേറ്റഡ് ഡയലോഗായി. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് സിനിമയിലേക്ക് വരാം. ജയറാമേട്ടൻ തന്നെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞ പോലെ
ഈ അടുത്ത് കണ്ടൊരു നല്ല ജയറാം സിനിമ. അത് തന്നെയാണ് ആശകളായിരം. ജയറാം ഏട്ടന്റെ അടുത്ത കാലത്തെ സിനിമകളുമായി കമ്പയർ ചെയ്താൽ ഇതൊരു ഡീസന്റ് വാച്ച് ആയിരുന്നു എന്ന് തന്നെ പറയാം. തിയേറ്ററിൽ ആദ്യ ഷോ കഴിഞ്ഞ് വന്ന റിപ്പോർട്ട്സും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പ്രൊമോഷന്റെ കാര്യത്തിലും പതിവ് പാറ്റേൺ തന്നെ, ജയറാം തിരിച്ചു വന്നു ടൈപ്പ് പ്രൊമോഷൻസ്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. പക്ഷേ സത്യത്തിൽ പറഞ്ഞാലേ മലയാളികൾക്ക് ജയറാം ഏട്ടനോടുള്ള ഇഷ്ടം, അദ്ദേഹത്തെ വീണ്ടും ഓൾഡ് ഫോമിൽ കാണണമെന്നൊരു ജെന്യുവൻ ആയിട്ടുള്ള ആഗ്രഹം, അതൊക്കെയാണ് കേട്ടോ ഈ പറച്ചിലിന് പിന്നിൽ. അതായത് ഈ കംബാക്ക് എന്ന പറച്ചിലിന് പിന്നിൽ അദ്ദേഹത്തിന്റെ ഒരു ശക്തമായ തിരിച്ചുവരവ് എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഓരോ സിനിമ വരുമ്പോഴും ആ കംബാക്ക് ഡയലോഗ് വീണ്ടും വീണ്ടും വരുന്നത്. എനിവേ, ഈ സിനിമയ്ക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. ഫെബ്രുവരി മാസത്തില് ആശകളായിരം അല്ലാതെ വേറൊരൊറ്റ മേജർ റിലീസ് ഉണ്ടായിട്ടില്ല. ഞാനൊരു ഫാമിലി മാനായി പോയില്ലേ. തിയേറ്ററിൽ ഓടിയിരുന്നത് കൂടുതലും ഓൾറെഡി റണ്ണിങ് ഫിലിംസ് ആയിരുന്നു. പിന്നെ റിലീസ് ആയതും താരതമ്യേന ചെറിയ സിനിമകളായിരുന്നു. ഇത് ആശകൾക്ക് പോസിറ്റീവായി ഭവിച്ചു. സ്ക്രീൻസ് കൂടുതൽ കിട്ടാനും അതൊക്കെ ഹോൾഡ് ചെയ്യാനും ആശകളായിരത്തിന് പറ്റി. ഒരു ആവറേജ് ഓട്ടം കഴിഞ്ഞ് 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് തിയേറ്റർ വിടേണ്ട സിനിമ സെക്കൻഡ് വീക്ക് കടന്നപ്പോൾ എസ്പെഷ്യലി ന്യൂ റിലീസസ് ഇല്ലാത്ത പല സ്റ്റേഷൻസിലും പിടിച്ചു നിന്നു. അങ്ങനെ വളരെ സ്ലോലി സാവധാനം ഏകദേശം 1 മാസത്തെ റൺ കൊണ്ട് ആശകളായിരം ഫ്ലോപ്പ് ആകുന്നതിൽ നിന്ന് ജസ്റ്റ് രക്ഷപ്പെട്ടു എന്ന് പറയാം. എനിക്ക് പേഴ്സണലി ജയറാം ഏട്ടന്റെ പെർഫോമൻസ്, കിടിലം ത്രെഡ്, ഇത് രണ്ടും ഒഴിച്ചു നിർത്തിയാൽ പടത്തിൽ വേറൊന്നും അത്ര മികച്ചതായിട്ട് തോന്നിയില്ല. ചുരുക്കി പറഞ്ഞാൽ വേറെ പടങ്ങളൊന്നും ഇല്ലായിരുന്നത് കൊണ്ടും മോശമല്ലാത്തൊരു സിനിമയായിരുന്നത് കൊണ്ടും ജയറാം ഏട്ടനോടുള്ള ആളുകളുടെ ഇഷ്ടം കൊണ്ടും ഫ്ലോപ്പ് ലിസ്റ്റിൽ നിന്ന് ജസ്റ്റ് രക്ഷപ്പെട്ടു പോയ ഒരു ജയറാം സിനിമ. ആശകളായിരം അങ്ങനെ സ്ലീപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരുന്ന സമയത്താണ് മറ്റൊരു സിനിമ തിയേറ്ററുകളിലേക്ക് വരുന്നത്. IFFK വേദിയിൽ ഉൾപ്പെടെ ഫിലിം ഫെസ്റ്റിവൽസിൽ മികച്ച അഭിപ്രായം നേടിയ, നല്ല ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ലഭിച്ച സിനിമ. ഒരു നടൻ കൂടി സംവിധായകന്റെ കുപ്പായമണിഞ്ഞ സിനിമ. രാജേഷ് മാധവൻ സംവിധാനം ചെയ്ത പെണ്ണും പൊറാട്ടും. സിനിമയിലെ വലിയ സ്റ്റാർ നെയിംസ് ഒന്നുമില്ല, ഒരു നായയാണ് മെയിൻ. പിന്നെ കൂടുതലും ന്യൂ ഫേസസ് അടങ്ങിയ വലിയൊരു കാസ്റ്റ്. റിലീസിന് മുമ്പ് ഫെസ്റ്റിവൽ വേദികൾ കീഴടക്കിയെങ്കിലും ഫെസ്റ്റിവൽ സർക്യൂട്ട്സിൽ നിന്ന് തിയേറ്ററിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും ഈ സിനിമ എന്നൊരു ക്യൂരിയോസിറ്റി പൊതുവിൽ നമുക്കിടയിൽ ഉണ്ടായിരുന്നു. സിനിമയുടെ ട്രെയിലർ ആ പ്രതീക്ഷ കൂട്ടാൻ പാകത്തിന് മികച്ചതായിരുന്നു. പക്ഷേ തിയേറ്റർ റിലീസ് വന്നപ്പോൾ സംഭവിച്ചത് മറ്റൊന്നാണ്. സിമ്പിളായി പറഞ്ഞ ഇങ്ങനൊരു സിനിമ വന്നത് ആരും ശ്രദ്ധിച്ചില്ല. അതിനർത്ഥം സിനിമ മോശമാണെന്നല്ല കേട്ടോ. ആക്ച്വലി സിനിമ ഒരു വെറൈറ്റി അറ്റംപ്റ്റ് തന്നെ ആയിരുന്നു. ഇപ്പോൾ OTTയിൽ വന്നിട്ടുണ്ട്, നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട് സിനിമ. പക്ഷേ പ്രോപ്പർ പ്രൊമോഷൻസ് ഇല്ല, റെക്കഗ്നൈസബിൾ സ്റ്റാർ ഫേസസ് ഇല്ല, തിയേറ്ററിൽ വലിയ വിസിബിലിറ്റി ഇല്ല. ഈ 3 കാര്യങ്ങൾ കൂടിയപ്പോൾ സിനിമ ക്വയറ്റ്ലി തിയേറ്ററിൽ നിന്ന് പോയി. അവസാനം ബോക്സ് ഓഫീസിൽ നോക്കുമ്പോൾ പെണ്ണും പൊറാട്ടും ഒരു ഡിസാസ്റ്ററായി മാറി. ഇനി തടവ്. ആര് തടവും? ഞാൻ തടവോ? സാർ തടവോ? അബ്രിഡ് ഷൈന്റെ സ്പാ. ഈ സിനിമ റിലീസിന് മുൻപ് വലിയ ഹൈപ്പ് ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല. ട്രെയിലറും പ്രൊമോഷൻസും ഒക്കെ കണ്ടപ്പോൾ ഒരു സ്മാൾ എക്സ്പെരിമെന്റൽ കൈൻഡ് ഓഫ് ഫിലിം എന്നൊരു ഇംപ്രഷൻ ആണ് സിനിമ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലെങ്കിലും സംതിങ് ഡിഫറെന്റ് ആയിരിക്കുമോ എന്നൊരു ക്യൂരിയോസിറ്റി നമുക്കുണ്ടായിരുന്നു, അല്ലേ? ഇന്നലെ അബ്രിഡ് ഷൈന്റെ പടമല്ലേ. പക്ഷേ തിയേറ്ററിൽ എത്തിയപ്പോൾ സിനിമയ്ക്ക് വലിയ ഡിസ്കഷൻസ് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഓഡിയൻസ് റെസ്പോൺസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. വേർഡ് ഓഫ് മൗത്ത് പോലും സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചില്ല. സിനിമയിലെ ചില ക്ലിപ്പുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയ വ്യൂസ് തിയേറ്ററിൽ കൊണ്ടുവരാൻ സിനിമയ്ക്ക് കഴിഞ്ഞില്ല. ഓവറോളായി നോക്കുമ്പോൾ സ്പായ്ക്ക് തിയേറ്ററിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ക്വയറ്റായി വന്നുപോയി. ബോക്സ് ഓഫീസിൽ നോട്ടീസബിൾ റണ്ണൊന്നും ലഭിക്കാത്തൊരു റിലീസായി മാറി സ്പാ. മേ ബി അടുത്തൊരു OTT ഹിറ്റായി മാറും കേട്ടോ. അതിനുള്ള സാധനം പടത്തിലുണ്ട്. സുഖമാണോ? സുഖമാണ്. സുഖം. നല്ല ഇടിവിട്ടൊരു ട്രെയിലർ, പടം കാണാൻ തോന്നിക്കുന്ന ട്രെയിലർ. ജയറാം ഏട്ടന്റെ കാര്യം പറഞ്ഞ പോലെ മാത്യു തോമസിന്റെ തിരിച്ചുവരവ് തന്നെ ഇതെന്ന് മനസ്സിൽ ഉറപ്പിച്ച ഐറ്റം. സുഖമാണോ? സുഖമാണ്. പക്ഷെ പടം തിയേറ്ററിൽ മൂക്കും കുത്തി വീണു. മോശമല്ലാത്ത റിവ്യൂസ് വന്നിട്ടും സിനിമയ്ക്ക് ആള് കയറിയില്ല. മസ്തിഷ്ക മരണം. കൃഷാന്ത് എന്ന മേക്കറുടെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം പ്രേക്ഷകരുണ്ട് കേട്ടോ ഇവിടെ. അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം അത്തരത്തിലുള്ള പുള്ളിയുടെ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താറുമുണ്ട്. മസ്തിഷ്ക മരണം എന്ന ടൈറ്റിൽ കേട്ടപ്പോഴും ഇനിഷ്യൽ പ്രൊമോസ് കണ്ടപ്പോഴും ഒക്കെ ഒരു ക്യുർക്കി ഡിഫറെന്റ് അറ്റംപ്റ്റ് ആയിരിക്കും എന്നൊരു ഫീല് ഉണ്ടായിരുന്നു. വമ്പൻ ഹൈപ്പ് ഒന്നും ഇല്ലെങ്കിലും ഇതെന്താണ് ആക്ച്വലി എന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയ സിനിമ. പക്ഷേ തിയേറ്ററിലെത്തിയപ്പോൾ സിനിമയ്ക്ക് വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഓഡിയൻസ് റെസ്പോൺസ് വളരെ ലിമിറ്റഡ്. ഡിസ്കഷൻസ് പോലും വളരെ ചെറിയ സർക്കിൾസിൽ മാത്രം നിന്നു. റെഡിറ്റ് പോലുള്ള കുറച്ച് എലൈറ്റ് ക്ലാസ് സർക്കിൾസിൽ. സാധാരണ പ്രേക്ഷകരിലേക്ക് സിനിമ എത്തിയില്ല. അവരുമായി കണക്ട് ആകുന്ന രീതിയിലുള്ള ഒരു എക്സിക്യൂഷൻ ആയിരുന്നില്ല
സിനിമയുടേത്. അതാണ് സത്യം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പുള്ളിയുടെ ടൈപ്പ് ഓഫ് സിനിമകൾ കാണുന്ന ആസ്വദിക്കുന്ന കുറച്ച് പേര് സിനിമ കണ്ട് ചർച്ച ചെയ്തു കഴിഞ്ഞു. പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിര. OTT വന്നിട്ടുണ്ട്. മിക്സഡ് റെസ്പോൺസ് ആണ് OTT-യിലും കിട്ടുന്നത്. ഇനി മൂവി ഓഫ് ദ മന്ത്. ഈ മാസം അങ്ങനെ മികവ് കൊണ്ടും കളക്ഷൻ കൊണ്ടും ഇതാണ് ഈ മാസത്തെ ഏറ്റവും മികച്ച ചിത്രം എന്ന് എടുത്തു പറയാനും മാത്രം നല്ല രീതിക്ക് തിയേറ്ററിൽ പെർഫോം ചെയ്ത സിനിമകളൊന്നും തന്നെ ഇല്ല. എങ്കിലും തമ്മിൽ ഭേദപ്പെട്ട പ്രകടനം തിയേറ്ററിൽ കാഴ്ചവെച്ചത് ആശകൾ 1000 തന്നെയാണ്. സോ ഫിൽമി ടോക്സ് മൂവി ഓഫ് ദ മന്ത്, ആശകൾ 1000. ഓക്കെ, അപ്പോ ആടും ദുരന്തറും പ്രതിച്ഛായയും ഉൾപ്പെടെയുള്ള സിനിമകളുമായി മാർച്ച് അനാലിസിസുമായി അണ്ണൻ ഉടൻ തിരിച്ചു വരും. ആ പോയ ബൈക്കിന് തിരിച്ചു വരുമോ?